നമസ്കാരം, ഞാൻ ജിൻസി. പ്രധാന വാർത്തകൾ. സപ്ലൈകോ വിതരണ ശൃംഖലയിൽ അവശ്യവസ്തുക്കൾക്ക് ക്ഷാമമില്ലെന്ന അധികൃതർ. പൊതുവിപണിയേക്കാൾ 40% വരെ വിലക്കുറവ്. എതിർപ്രചരണം കച്ചവട ലോബിയെ സഹായിക്കാനെന്നും സപ്ലൈകോ. കോട്ടയം ജില്ലയിൽ റേഷൻ അരി വിഹിതത്തിൽ വൻ കുറവ്. റേഷൻ കടകളിലും മാവേലി സ്റ്റോറുകളിലും അരിയില്ല. വസ്തുതർക്കത്തിന്റെ പേരിൽ എരുമേലിയിൽ പിഞ്ചുകുഞ്ഞിനെ പേരമ്മ ദേഹോദ്രവം ഏൽപ്പിച്ചു. കുട്ടിയെ നിരത്തുകൂടി വലിച്ചിഴച്ചെന്ന് മാതാപിതാക്കൾ. പരിക്കേറ്റ കുട്ടി കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ. VIP സുരക്ഷ. കോട്ടയം ജില്ലയിൽ പോലീസിന് അമിതഭാരം. ക്രമസമാധാന പാലനം താളം തെറ്റുന്നു. വാർത്തകൾ വിശദമായി. ഓണക്കാലത്ത് സപ്ലൈകോയുടെ വിതരണശാലകളിൽ അവശ്യ സാധനങ്ങളുടെ സ്റ്റോക്ക് ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്ന് സപ്ലൈകോ അധികൃതർ അറിയിച്ചു. സപ്ലൈകോയിൽ അരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്ക് പൊതുവിപണിയിൽ നിന്നും 40% വിലക്കുറവ് ഉണ്ടെന്നും അധികൃതർ പറഞ്ഞു. പൊതുവിപണിയിൽ നിന്ന് ഗണ്യമായ വിലക്കുറവിലാണ് സപ്ലൈകോ നിത്യോപയോഗ സാധനങ്ങൾ നൽകുന്നതെന്ന് അധികൃതർ പറയുന്നു. ജനങ്ങൾക്ക് ന്യായവിലയ്ക്ക് സാധനങ്ങൾ എത്തിക്കുക എന്ന കടമയിൽ നിന്ന് സപ്ലൈകോ പിന്നോക്കം പോയിട്ടില്ല. അരി പൊതുവിപണിയെ അപേക്ഷിച്ച് 20% വിലക്കുറവിൽ ജനങ്ങളിലെത്തിക്കാൻ സപ്ലൈകോയ്ക്ക് കഴിയുന്നുണ്ട്. പൊതുവിപണിയിൽ കിലോയ്ക്ക് 40 രൂപ വില വരുന്ന ചൈതന്യ അരിക്ക് 33 രൂപയാണ് സപ്ലൈകോ ഈടാക്കുന്നത്. 43 രൂപ വിലയുള്ള സുലേഖ അരി 37 രൂപയ്ക്ക് ലഭിക്കും. 34 രൂപയുള്ള ആന്ധ്ര ജയ അരിക്ക് 21 രൂപ മാത്രമാണ് സപ്ലൈകോയിൽ ഈടാക്കുന്നത്. മാവേലി സ്റ്റോർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ആവശ്യത്തിന് സാധനങ്ങൾ സ്റ്റോക്കുണ്ട്. ഓണക്കാലത്ത് ക്ഷാമം ഉണ്ടാകില്ലെന്നും സപ്ലൈകോ കോട്ടയം താലൂക്ക് ജൂനിയർ മാനേജർ ഉദയഭാനു പറഞ്ഞു. നമ്മളിപ്പോൾ 25 രൂപയ്ക്ക് കൊടുക്കുന്ന അരിക്ക് എങ്ങനെ പറഞ്ഞാലും ഒരു 34 രൂപയെങ്കിലും പുറത്ത് വിലയുണ്ട്. ക്ഷാമം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ജനത്തിനെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞു എന്നൊന്നും ഞങ്ങൾ വിചാരിക്കുന്നില്ല. കാരണം ഈ സപ്ലൈകോയിലെ ഔട്ട്ലെറ്റുകളുടെ തിരക്ക് കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാനൊന്നും കഴിയുന്നൊന്നും തോന്നുന്നില്ല. സപ്ലൈകോയ്ക്ക് എതിരെയുള്ള ആക്ഷേപങ്ങൾ കച്ചവടക്കാർ മുതലാക്കുമെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. സപ്ലൈകോയിൽ അവശ്യവസ്തുക്കൾക്ക് ക്ഷാമമെന്ന് തെറ്റിദ്ധരിപ്പിച്ച പൊതുവിപണിയിൽ വില കൂട്ടാനുള്ള ശ്രമവും നടക്കുന്നതായി അധികൃതർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം ജില്ലയിലേക്കുള്ള റേഷൻ വിഹിതത്തിൽ വൻ കുറവ്. ജില്ലയിലെ റേഷൻ കടകളിലും മാവേലി സ്റ്റോറുകളിലും അരി കിട്ടാതായി. അധികൃതർ പ്രത്യേക താൽപര്യമെടുത്തില്ലെങ്കിൽ മുഖ്യമന്ത്രിയും പ്രമുഖ മന്ത്രിമാരുമുള്ള ജില്ലയിൽ ഓണത്തിന് ജനം അരി കിട്ടാതെ വലയും. ജില്ലയിൽ 5,35,600 കുടുംബങ്ങൾക്കാണ് റേഷൻ വിഹിതത്തിന് അർഹതയുള്ളത്. ഇതിൽ 3,60,000 കുടുംബങ്ങൾ APL വിഭാഗത്തിലും 1,75,600 കുടുംബങ്ങൾ BPL വിഭാഗത്തിലും പെടുന്നവരാണ്. ഓരോ കുടുംബത്തിനും 10 കിലോ അരി വീതം കൂടുതലായി ലഭിക്കത്തക്ക വിധം അധിക വിഹിതം ജില്ലയ്ക്ക് ലഭിച്ചില്ലെങ്കിൽ ഓണത്തിന് റേഷനരിക്ക് വൻ ക്ഷാമവും പൊതുവിപണിയിൽ അരിക്ക് വൻ വിലവർധനവും ഉണ്ടാവും. ജില്ലയിൽ ഏത് പ്രതിസന്ധി ഉണ്ടായാലും BPL കാർഡ് ഉടമകൾക്ക് റേഷൻ വിഹിതം 25 കിലോഗ്രാമാക്കി നിലനിർത്തുമെന്ന അധികൃതരുടെ പ്രഖ്യാപനം പാഴ്വാക്കായി മാറിയിരിക്കുകയാണ്. കേന്ദ്രത്തിൽ നിന്നുമുള്ള BPL അരി വിഹിതം വെട്ടിക്കുറച്ചെങ്കിലും ജില്ലയിൽ APLകാർക്ക് അനുവദിച്ച അരി സ്റ്റോക്ക് ഉണ്ടെന്നും കേന്ദ്രത്തിന്റെ അധിക വിഹിതം വരുന്നതുവരെ ഇത് നൽകാൻ സാധിക്കുമെന്നുമാണ് അധികൃതർ നേരത്തെ പറഞ്ഞിരുന്നത്. BPL കാർഡ് ഉടമകൾക്ക് 1 രൂപ നിരക്കിൽ 25 കിലോഗ്രാം അരിയും 2 രൂപ നിരക്കിൽ 5 കിലോഗ്രാം ഗോതമ്പും ലഭിക്കാൻ അർഹതയുണ്ട്. APL കാർഡ് ഉടമകൾക്ക് 8 രൂപ 90 പൈസ നിരക്കിൽ 8 കിലോഗ്രാം അരിയും 6 രൂപ 70 പൈസ നിരക്കിൽ 2 കിലോ ഗോതമ്പും ലഭിക്കാൻ അർഹതയുണ്ട്. അന്ത്യോദയ അന്നയോജന പദ്ധതിയിൽപ്പെട്ടവർക്ക് 1 രൂപ നിരക്കിൽ 35 കിലോഗ്രാം അരിയും അന്നപൂർണ കാർഡ് ഉടമകൾക്ക് പ്രതിമാസം 10 കിലോഗ്രാം അരി സൗജന്യമായി ലഭിക്കുവാനുള്ള അർഹതയുണ്ട്. BPL അന്ത്യോദയ അന്നയോജന വിഭാഗത്തിലെ ഓരോ അംഗത്തിനും 400 ഗ്രാം പഞ്ചസാര വീതവും APL വിഭാഗത്തിന് കിലോഗ്രാമിന് 12 രൂപ നിരക്കിൽ 2 കിലോഗ്രാം ആട്ടയും നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ അളവിൽ സാധനങ്ങൾ ജില്ലയിലെ റേഷൻ കടകളിൽ നിന്നും ലഭിക്കുന്നില്ല. കടകളിൽ ആവശ്യത്തിന് സാധനം സ്റ്റോക്കില്ല എന്നതാണ് സത്യം. സപ്ലൈകോയുടെ വ്യാജ സ്റ്റിക്കർ പതിച്ച ഗുണനിലവാരം കുറഞ്ഞ കുത്തരിയാണ് റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്നതെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. മില്ലിൽ നിന്നും ലോറിയിൽ പുറത്തിറങ്ങുന്ന യഥാർത്ഥ അരി കരിഞ്ചന്തയിലേക്കും വ്യാജ സ്റ്റിക്കർ പതിച്ച മോശവരി റേഷൻ കടകളിലേക്കും എത്തുകയാണെന്ന് റേഷൻ സംഘടനകൾ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. കാലവർഷക്കെടുതി ഉണ്ടായിട്ടും ജില്ലയ്ക്ക് ഇക്കാര്യത്തിൽ പ്രത്യേക പരിഗണനയൊന്നും കിട്ടിയിട്ടില്ല. അധികൃതർ പ്രത്യേക താൽപര്യമെടുത്തില്ലെങ്കിൽ മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഗ്രാമവികസന വകുപ്പ് മന്ത്രിയും ചീഫ് വിപ്പും സ്വന്തമായുള്ള ജില്ലയിലെ ജനങ്ങൾ ഓണത്തിന് പട്ടിണി കിടക്കേണ്ടി വരും. ക്യാമറമാൻ രഞ്ജിത്തിനൊപ്പം സുരേഷ് മൈലാട്ടുപാറ, ന്യൂസ് ബ്യൂറോ, മണർകാട്. വസ്തുതർക്കത്തിന്റെ പേരിൽ എരുമേലിയിൽ 2.5 വയസ്സുള്ള പിഞ്ചുകുഞ്ഞിനെ പേരമ്മ ശാരീരികമായി പീഡിപ്പിച്ചതായി പരാതി. പീഡനത്തിനിരയായ എരുമേലി കൊടുത്തോട്ടം സ്വദേശിയായ കുട്ടിയെ കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
എരുമേലി കൊടിത്തോട്ടം സ്വദേശിയായ 2.5 വയസ്സുകാരിയെയാണ് പിതാവിന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ ശാരീരികമായി പീഡിപ്പിച്ചത്. ബുധനാഴ്ച രാവിലെ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന കുട്ടിയെ പേരമ്മ മണലിലൂടെ വലിച്ചിഴയ്ക്കുകയായിരുന്നു. ഇതേ തുടർന്ന് കുട്ടിയുടെ പുറവും കൈകാലുകളും മുറിഞ്ഞ് നീരുവെച്ചു. ബോധം നഷ്ടപ്പെട്ട പെൺകുട്ടിയെ മാതാപിതാക്കളും ബന്ധുക്കളും ചേർന്ന് എരുമേലി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചു. തുടർന്ന് കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. കുട്ടിയുടെ പിതാവ് പാറമട തൊഴിലാളിയാണ്. ജ്യേഷ്ഠനും കുടുംബവും നിരന്തരമായി വസ്തുവിനെ ചൊല്ലി കലഹമുണ്ടാക്കിയിരുന്നതായി കുട്ടിയുടെ പിതാവ് പറഞ്ഞു. ഒരു വേള കുട്ടിയെ കൊന്നുകളയുമെന്ന് വരെ ഇവർ ഭീഷണിപ്പെടുത്തിയിരുന്നതായി കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു. ഇന്ന് രാവിലെ ഉണ്ടായ സംഭവമാണ് ഇത്. കഴിഞ്ഞ ദിവസം ഇന്നാളെ ഇങ്ങനെ വിഷയം ഉണ്ടായി കുഞ്ഞിനെ കൊല്ലുമെന്നൊക്കെ ഭീഷണി പണിക്കായിരുന്നു. ഇന്ന് രാവിലെ തൂത്തുന്ന ഇപ്പം വൈഫ് തൂത്തുന്ന ഇപ്പോഴാണ് രാവിലെ കുഞ്ഞിനെ മർദ്ദിക്കുകയും പുറത്ത് മൊത്തം പാടാണ്. കുഞ്ഞിന് ഞങ്ങൾ നേരെ ആശുപത്രി കൊണ്ട് അവിടുന്ന് ബോധമില്ലായിരുന്നു കുഞ്ഞിന്. അവന് കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രി ഇപ്പം ഞങ്ങൾ സംസാരിക്കുന്നത്. കുഞ്ഞിൻ്റെ ദേഹത്ത് മൊത്തം ഈ കാണുന്ന പാട് മൊത്തം നിലത്തത് വലിച്ചൊക്കെ പാടാണ് കാണുന്നത്. സംഭവത്തിൽ എരുമേലി പോലീസിനും കോട്ടയം ജില്ലാ ശിശുക്ഷേമ സമിതിക്കും മാതാപിതാക്കൾ പരാതി നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. സോളാർ വിവാദത്തെ തുടർന്ന് പ്രതിഷേധം നേരിടുന്ന ഭരണാധികാരികൾക്ക് സുരക്ഷയൊരുക്കേണ്ട ബാധ്യത മൂലം കോട്ടയം ജില്ലയിലെ പോലീസുകാർ അമിത ജോലിഭാരത്താൽ വലയുന്നു. ജില്ലയിലെ പോലീസ് സേനയിൽ 2500 പേരുടെ കുറവുണ്ടെന്നിരിക്കെ സുരക്ഷാ ജോലി ക്രമസമാധാന പാലനത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. സോളാർ വിവാദത്തിൽ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രതിഷേധങ്ങൾക്ക് ഇരയായതോടെ കോട്ടയം ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥർ കടുത്ത സമ്മർദ്ദത്തിലായി. വിവാദത്തിലായ ഭരണകർത്താക്കളെ സംരക്ഷിക്കാൻ പോലീസുകാർ നെട്ടോട്ടമോടുകയാണ്. പക്ഷേ സേനയ്ക്ക് ആവശ്യത്തിന് അംഗബലവും വാഹനവും ഇപ്പോഴും ഇല്ല എന്ന് സംരക്ഷിക്കപ്പെടേണ്ട ഭരണകർത്താക്കളും മറക്കുന്നു. മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും പുറമെ ആന്റണി എംപിക്കും ചീഫ് വിപ്പ് PC ജോർജിനും സുരക്ഷ ഏർപ്പെടുത്തേണ്ടി വന്നതോടെ പോലീസുകാർക്ക് ജോലിഭാരം ഇരട്ടിയായി. ഇതോടെ ക്രമസമാധാന പാലനത്തിനും വീഴ്ച വന്നു. കഴിഞ്ഞ മാസങ്ങളിൽ ജില്ലയിലുണ്ടായ മോഷണങ്ങളിൽ ചുരുക്കം ചിലതിൽ മാത്രമേ പ്രതികളെ പിടികൂടാനായുള്ളൂ. ചേർപ്പങ്കൽ പള്ളിയിലെ മോഷണം, പാമ്പാടിയിൽ വീട്ടിൽ നിന്നും 58 പവൻ കവർന്ന സംഭവം, 3 മാസങ്ങൾക്ക് മുൻപ് മണിമലയിലെ ബിവറേജസ് ഔട്ട്ലെറ്റിൽ നടന്ന മോഷണം എന്നിവ സംബന്ധിച്ച അന്വേഷണം എങ്ങുമെത്തിയില്ല. പോലീസുകാർക്ക് അന്വേഷണത്തിൽ വേണ്ടത്ര ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കേസുകൾ. അധിക ജോലിഭാരം പോലീസുകാരിൽ അമർഷവും ഉണ്ടാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മല്ലപ്പള്ളിയിൽ കൃഷിഭവനു വേണ്ടി പണിതീർത്ത കെട്ടിടം കാടുകയറി നശിക്കുന്നു. എല്ലാ സൌകര്യങ്ങളുമുള്ള കെട്ടിടം വെറുതെ കിടന്ന് നശിക്കുമ്പോൾ കൃഷിഭവൻ പ്രവർത്തിക്കുന്നത് ലക്ഷങ്ങൾ വാടകയുള്ള കെട്ടിടത്തിൽ. ഈ കാട് കയറി മൂടി നിൽക്കുന്നത് വനമാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. ഇതാണ് 4 വർഷം മുമ്പ് മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനു വേണ്ടി നിർമ്മിച്ച കെട്ടിടം. കേരള ജനകീയ പദ്ധതി പ്രകാരം 2006-2007 വർഷം പ്രാരംഭ പണികൾ ആരംഭിച്ച് 10 ലക്ഷം രൂപ മുടക്കി 2009-2010 വർഷത്തിലാണ് കെട്ടിടം നിർമ്മിച്ചത്. അത്യാധുനിക സൌകര്യങ്ങളോടെ പണി പൂർത്തീകരിച്ച കെട്ടിടം 2010-ൽ PJ കുര്യൻ MP ആണ് ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനത്തിന് ശേഷം പൂട്ടിയ കെട്ടിടത്തിലേക്ക് 3 വർഷം പിന്നിട്ടിട്ടും കൃഷിഭവൻ മാറി പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. കൃഷി ഓഫീസർ, 2 അസിസ്റ്റന്റ് കൃഷി ഓഫീസർമാർ എന്നിവർക്കായി 3 മുറികളും 1 ഹാൾ, വരാന്ത എന്നിങ്ങനെ വിശാലമായി നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടം പൂർണ്ണമായും വൈദ്യുതീകരിച്ചിട്ടുമുണ്ട്. ഇതുകൂടാതെ ടോയ്ലറ്റ് സൌകര്യവും കിണറും ഇതിനോടനുബന്ധിച്ചുണ്ട്. നിലവിൽ മല്ലപ്പള്ളി കോട്ടയം റോഡിൽ KSEBക്ക് സമീപം വാടക കെട്ടിടത്തിലാണ് കൃഷിഭവൻ പ്രവർത്തിക്കുന്നത്. വാടക ഇനത്തിലും വൈദ്യുതി ചാർജ് ഇനത്തിലും വർഷം തോറും ലക്ഷക്കണക്കിന് രൂപയാണ് സർക്കാർ ഇതിനായി ചെലവഴിക്കുന്നത്. കുരുവിള ജോർജ് പ്രസിഡന്റും റെജി സാമുവൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്ന ഭരണസമിതിയാണ് സ്ഥലം കണ്ടെത്തി കെട്ടിടം പണി പൂർത്തീകരിച്ചത്. 4 വർഷമായി പൂട്ടിക്കിടക്കുന്ന കെട്ടിടം സാമൂഹ്യവിരുദ്ധരുടെ കേന്ദ്രവുമാണ്. സമീപവാസികൾക്കും സാമൂഹ്യവിരുദ്ധർ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി പരാതിയുണ്ട്. കൃഷിഭവൻ പുതിയ കെട്ടിടത്തിലേക്ക് മാറി പ്രവർത്തനം ആരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ക്യാമറമാൻ ജയേഷ് ആലപ്പുഴയ്ക്കൊപ്പം രജിത് കുമാർ, ന്യൂസ് ബ്യൂറോ, മല്ലപ്പള്ളി. ആത്മീയ സംസ്കാരമാണ് ഭാരതത്തെ നിലനിർത്തിപ്പോരുന്നതെന്ന് അശ്വതി തിരുനാൾ ഗൌരി ലക്ഷ്മി ഭായി. എഴുമറ്റൂർ ശ്രീ വിദ്യാധിരാജ പരമഭട്ടാരാശ്രമ ശതാബ്ദി സമ്മേളനത്തിൽ വിശിഷ്ടാതിഥിയായി സംസാരിക്കുകയായിരുന്നു അവർ. എഴുമറ്റൂർ വിദ്യാധിരാജ നഗറിൽ പ്രൌഢഗംഭീരമായ ചടങ്ങോടെയാണ് പരമഭട്ടാരാശ്രമ ശതാബ്ദി ആഘോഷം നടന്നത്. ആത്മീയ സംസ്കാരമാണ് ഭാരതത്തെ നിലനിർത്തുന്നതെന്ന് സമ്മേളനത്തിൽ മുഖ്യാതിഥിയായിരുന്ന അശ്വതി തിരുനാൾ ഗൌരി ലക്ഷ്മിഭായി പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണിന്റെ ഉടമകളാണ് നാം. ഈ ശ്രേഷ്ഠത കാത്തുസൂക്ഷിക്കുക എന്നത് ഓരോ ഭാരതീയന്റെയും ഉത്തരവാദിത്തമാണെന്നും അവർ പറഞ്ഞു. വളരെ ശ്രേഷ്ഠമായ മണ്ണിന്റെ ഉടമയാണ് ഭാരതം. ഇവിടെ എത്രയോ കണക്കില്ലാത്ത കാലങ്ങൾ തൊട്ട് ഇതുവരെ ഒരു ഗുരു പരമ്പര തന്നെ പ്രവർത്തിച്ചു പോകുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ചൈതന്യം, ഭാരതത്തിന്റെ ചൈതന്യം ഇന്നും പല പല ആപത്തുകളും പല പ്രതിസന്ധികളും തരണം ചെയ്ത് ഇന്നും ജ്വലിച്ചുകൊണ്ടിരിക്കുന്നത്.
ആശ്രമ കവാടത്തിൽ നിന്നും വിശിഷ്ട വ്യക്തികളെ പൂർണ്ണകുംഭം നൽകിയാണ് വരവേറ്റത്. ശതാബ്ദി സമ്മേളനം NSS പ്രസിഡന്റ് അഡ്വക്കേറ്റ് PN നരേന്ദ്രനാഥൻ നായർ ഉദ്ഘാടനം ചെയ്തു. ഹൈന്ദവ സമൂഹത്തിന്റെ ഒരുമ ഉണ്ടാകണമെന്ന സന്ദേശത്തിന് അടിത്തറ പാകിയത് ചട്ടമ്പിസ്വാമികളായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. മുൻ കേന്ദ്രമന്ത്രി O. രാജഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി. സ്വാമി പ്രജ്ഞാനാനന്ദ തീർത്ഥപാദർ അധ്യക്ഷനായി. PR ശശിധരൻ, പഞ്ഞിശ്ശേരിൽ സോമൻ പിള്ള, MK കുഞ്ഞോൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ ചട്ടമ്പിസ്വാമികളുടെ പ്രാചീന മലയാളം പുതിയ പതിപ്പ് പ്രകാശനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, മല്ലപ്പള്ളി. ശാസ്ത്രലോകത്തെ ചെറുവിസ്മയങ്ങളുമായി കുട്ടിശാസ്ത്രജ്ഞർ കോട്ടയത്ത് ഒരുക്കിയ ശാസ്ത്ര പ്രദർശനം ശ്രദ്ധേയമായി. MD സെമിനാരി സ്കൂളിൽ നടന്ന സംസ്ഥാനതല ഇൻസ്പയർ പ്രദർശനം ശാസ്ത്രലോകത്തെ പുതിയ വാഗ്ദാനങ്ങളെ പരിചയപ്പെടുത്തുന്നതായി. സ്കൂൾ വിദ്യാർത്ഥികളിൽ ശാസ്ത്രാവബോധം വളർത്തുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും ഇൻസ്പയർ പ്രദർശനം നടത്തിവരുന്നുണ്ട്. കോട്ടയത്ത് നടന്ന ഇൻസ്പയർ പ്രദർശനത്തിൽ വിവിധ സ്കൂളുകളിൽ നിന്നും 274 കുട്ടികൾ പ്രൊജക്ടുകൾ അവതരിപ്പിച്ചു. മാലിന്യ പ്രശ്നത്തിന് പരിഹാരം നിർദ്ദേശിക്കുന്ന മാതൃകകളാണ് കൂടുതൽ പേരും അവതരിപ്പിച്ചത് എന്നത് ശ്രദ്ധേയമായി. ജൈവകൃഷി അടിസ്ഥാനമാക്കിയുള്ള ഭക്ഷ്യസുരക്ഷാ പദ്ധതിയും പ്രദർശനത്തിൽ ഇടം നേടി. ഊർജ്ജ പ്രതിസന്ധിക്ക് പരിഹാരമായി സൌരോർജ്ജ പദ്ധതി, ഇന്ധനക്ഷാമം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ സൈക്കിൾ മെട്രോ, ഹരിത ഇന്ധനം തുടങ്ങിയവ പ്രദർശനത്തിലെ ആകർഷണങ്ങളായി. കൂടാതെ വേസ്റ്റ് ഗ്ലാസ് റീസൈക്ലിംഗ്, വാഴയിൽ നിന്നുള്ള ഭക്ഷണ മാതൃക, മഴപ്പന്തൽ, ഉപഗ്രഹ മാതൃക, ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ, എക്സ്കവേറ്റർ, ട്രെയിനിലെ ജലശുദ്ധീകരണ സംവിധാനം തുടങ്ങി പുതുമയുള്ള നിരവധി പ്രൊജക്ടുകൾ കുട്ടിശാസ്ത്രജ്ഞർ അവതരിപ്പിച്ചു. 274 കുട്ടികൾ പങ്കെടുത്തതിൽ തിരഞ്ഞെടുക്കപ്പെട്ട 26 പേർ ദേശീയ തലത്തിൽ മാറ്റുരയ്ക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മണർകാട് പള്ളിയിൽ 8 നോമ്പാചരണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. സെപ്റ്റംബർ 1 മുതൽ 8 വരെയാണ് നോമ്പാചരണം. 60 ലക്ഷത്തോളം തീർത്ഥാടകരെ ഇത്തവണ പ്രതീക്ഷിക്കുന്നു. KSRTCയുടെ പ്രത്യേക സർവീസുകളും പോലീസ് ഉദ്യോഗസ്ഥരുടെയും വോളണ്ടിയർമാരുടെയും സേവനവും ഒരുക്കിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പള്ളി വികാരി ET കുര്യാക്കോസ് കോർ എപ്പിസ്കോപ്പ, ആൻഡ്രൂസ് കോർ എപ്പിസ്കോപ്പ, തോമസ് മാത്യു, ബിനോയ് എബ്രഹാം, ചെറിയാൻ VC, TC ചാക്കോ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ആഗോള താപനത്തെ അതിജീവിക്കാൻ സ്കൂളുകളിൽ എന്റെ മരം പദ്ധതി. പുതുപ്പള്ളിയിൽ എന്റെ മരം പദ്ധതിയുടെ ഭാഗമായി സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ വൃക്ഷത്തൈകളുമായി സന്ദേശ റാലി നടത്തി. ഏറെ മാതൃകാപരവും അർത്ഥവത്തുമായ ചടങ്ങുകളാണ് എന്റെ മരം പദ്ധതിയുടെ ഭാഗമായി പുതുപ്പള്ളിയിൽ നടന്നത്. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ നേതൃത്വത്തിൽ നടന്ന എന്റെ മരം സന്ദേശ റാലി ഏറെ ശ്രദ്ധയാകർഷിച്ചു. 2007 ജൂൺ 5-നാണ് എന്റെ മരം പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. വനം വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതി പ്രകാരം 25 ലക്ഷത്തിലധികം വൃക്ഷത്തൈകൾ കേരളത്തിൽ നട്ടുപിടിപ്പിച്ചു. ആഗോള താപനത്തിനെതിരെ കുട്ടികളിൽ അവബോധം വളർത്തിയെടുക്കുന്നതിനും ഭൂവിസ്തൃതിയുടെ 33% വനം എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായുമാണ് എന്റെ മരം പദ്ധതി തുടങ്ങിയത്. പുതുപ്പള്ളി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ നേതൃത്വത്തിൽ എന്റെ മരം പദ്ധതിക്ക് തുടക്കം കുറിച്ചു. പദ്ധതിയുടെ ഭാഗമായി സോഷ്യൽ ഫോറസ്ട്രി ഡിപ്പാർട്ട്മെന്റ് നൽകിയ വൃക്ഷത്തൈകൾ കുട്ടികൾക്ക് നൽകി. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസിമോൾ മനോജ് സ്കൂൾ വളപ്പിൽ വൃക്ഷത്തൈ നട്ട് എന്റെ മരം പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പ്രകൃതിയുടെ നിലനിൽപ്പിന് വൃക്ഷങ്ങൾ അത്യന്താപേക്ഷിതമാണെന്ന സന്ദേശം വിദ്യാർത്ഥികളിൽ എത്തിക്കുവാൻ എന്റെ മരം പദ്ധതിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് ജെസിമോൾ മനോജ് പറഞ്ഞു. നിങ്ങളുടെ ഉത്തരവാദിത്വം എന്താണെന്ന് തീർച്ചയായിട്ടും നിങ്ങളെ മനസ്സിലാക്കി ഈ സമൂഹത്തിന്റെ ഉന്നത പദവിയിൽ എത്തിക്കത്തക്ക രീതിയിൽ സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഒരു സമൂഹം, അതാണിപ്പോൾ നമ്മളുടെ മുമ്പിൽ നിൽക്കുന്നത്. നിങ്ങൾക്ക് അറിയാം, മറ്റുള്ളവരോട് പെരുമാറുന്ന രീതിയും നമ്മുടെ സമൂഹത്തിലെ ദുഃഖങ്ങളും അതുപോലെ സന്തോഷങ്ങളും പങ്കെടുക്കുകയും മറ്റുള്ളവരുമായിട്ടുള്ള സഹവർത്തിത്വവും പങ്കാളിത്തവും ഒക്കെ ഏറ്റവും കൂടുതൽ നിങ്ങളാണ് അറിയുന്ന വ്യക്തികളാണ്. അപ്പോൾ അതിൽ നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമകളായി തന്നെ നിങ്ങളുടെ ജീവിതം ധന്യമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എന്റെ മരം പദ്ധതിയുടെ പ്രചരണാർത്ഥം സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ വൃക്ഷത്തൈകളുമായി സന്ദേശ റാലി നടത്തി. സ്കൂളിൽ നിന്നും ആരംഭിച്ച് പുതുപ്പള്ളി ടൗൺ ചുറ്റിയ മാർച്ച് തിരികെ സ്കൂളിൽ സമാപിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം PR ശിവരാജൻ, PTA പ്രസിഡന്റ് PN രാജീവൻ, ഹെഡ്മിസ്സസ് ഉഷ, പോലീസ് ഉദ്യോഗസ്ഥർ, അധ്യാപകർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മണർകാട്. മണിമല ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം 1 വർഷമായി ഉണങ്ങിനിന്ന ആഞ്ഞിലിമരം ഒരാഴ്ചയ്ക്കുള്ളിൽ വെട്ടിമാറ്റാൻ RTO ഉത്തരവിട്ടു. യാത്രക്കാർക്കും സമീപവാസികൾക്കും ഭീഷണിയായ കൂറ്റൻ മരം വെട്ടിമാറ്റണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രക്ഷോഭം ആരംഭിച്ചിരുന്നു. ഒരു നാടിന് സ്ഥലനാമം പകർന്നു നൽകി ഗ്രാമസംസ്കൃതിയിൽ എഴുതി ചേർക്കപ്പെട്ട ഈ വയസ്സൻ മരത്തിന് ഇനി ആയുസ് 7 നാൾ മാത്രം. RDO ഓഫീസിൽ നിന്നും വില്ലേജ് ഓഫീസിലെത്തിയ വെട്ടിമാറ്റാനുള്ള ഉത്തരവ് ഇവിടെ ഒരു മരണ വാറണ്ടായി മാറുകയാണ്. 200-ലേറെ വർഷം പഴക്കമുള്ള ഈ മരത്തിന്റെ പേരിലാണ് ആഞ്ഞിലിമൂട് എന്ന സ്ഥലനാമം പോലും ഉണ്ടായത്. 3 തലമുറകൾക്ക് തണലും പഴങ്ങളും നൽകിയ ഈ കൂറ്റൻ മരം 1 വർഷം മുമ്പാണ് ഉണങ്ങിത്തുടങ്ങിയത്.
മരത്തിന്റെ കൂറ്റൻ കൊമ്പുകൾ ഉണങ്ങിയതോടെ സമീപവാസികളുടെ ഉറക്കം കെടുത്തിയ ഈ മരം ജനജീവിതത്തിന് ഭീഷണിയായി മാറി. ജനങ്ങൾ നിരവധി തവണ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് പരാതി നൽകിയെങ്കിലും അധികൃതർ മൗനം പാലിച്ചു. അധികൃതരുടെ നിസ്സംഗതയ്ക്കെതിരെ കേരള ലേബർ മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ ജനങ്ങൾ സംഘടിച്ചതോടെയാണ് മരം വെട്ടിമാറ്റാൻ RDO തലത്തിൽ നീക്കങ്ങൾ ആരംഭിച്ചത്. സാമൂഹ്യ വനവൽക്കരണ വകുപ്പ് വില നിശ്ചയിക്കുന്നതിലെ കാലതാമസമാണ് മരത്തിന്റെ ആയുസ് നീട്ടി നൽകിയത്. ഒപ്പം പൊതുമരാമത്ത് വകുപ്പിന് ഫണ്ടിന്റെ അഭാവവും മരം വെട്ടിമാറ്റാനുള്ള നടപടി വൈകിപ്പിച്ചു. കാഞ്ഞിരപ്പള്ളി MLA ഡോക്ടർ N. ജയരാജന്റെ ഇടപെടലിനെ തുടർന്നാണ് ഈ നീക്കങ്ങൾക്ക് ശക്തി പകർന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ മരം വെട്ടിമാറ്റുമെന്നാണ് അധികൃതർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, മണിമല. വാർത്തകൾ തുടരുന്നു. മാലിന്യം കൊണ്ട് പൊറുതിമുട്ടിയ കാഞ്ഞിരപ്പള്ളി ടൗണിന്റെ മുഖം മിനുക്കാൻ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ രംഗത്ത്. കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 100ഓളം വിദ്യാർത്ഥികൾ അവധി ദിനത്തിൽ ശുചീകരണവുമായി ടൗണിലിറങ്ങി. കളിച്ചും ചിരിച്ചും അവധി ദിനം ചെലവഴിക്കേണ്ട കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ വിദ്യാർത്ഥികൾ അവധി ദിനത്തിൽ ഒത്തുകൂടിയത് കാഞ്ഞിരപ്പള്ളി സിവിൽ സ്റ്റേഷൻ പരിസരത്ത്. വെറുതെ ഒത്തുകൂടി സൊറ പറയുകയല്ല ഇവർ ചെയ്തത്. കാടും മാലിന്യവും മൂടിക്കിടന്ന സിവിൽ സ്റ്റേഷൻ പരിസരം വൃത്തിയാക്കി. ചെളിയും പോസ്റ്ററുകളും നിറഞ്ഞ സിവിൽ സ്റ്റേഷന്റെ മതിലുകൾ വെള്ളമൊഴിച്ച് കഴുകി വൃത്തിയാക്കി. ഏവരും ചേർന്ന മതിലുകൾ ഭംഗിയായി വെള്ളപൂശുകയും ചെയ്തു. സഹപാഠികൾക്ക് പ്രോത്സാഹനവുമായി പെൺകുട്ടികളുടെ വക നാടൻ പാട്ടും. കാഞ്ഞിരപ്പള്ളി ടൗണിലെ പൊതുകിണറും വെയിറ്റിംഗ് ഷെഡും നിരത്തുകളും വൃത്തിയാക്കുകയാണ് തങ്ങളുടെ അടുത്ത ലക്ഷ്യമെന്ന് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ നാഷണൽ സർവീസ് സ്കീം കോർഡിനേറ്റർ സെൻ JP പറഞ്ഞു. ആദ്യമേ നമ്മൾ ചെയ്യുന്നത് ഈ മിനി സിവിൽ സ്റ്റേഷന്റെ മുമ്പിലുള്ള മതിലിൽ വൃത്തിയാക്കുകയും പരിസ്ഥിതി സന്ദേശം ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള പെയിന്റിങ്ങുകൾ വരയ്ക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. തുടർന്ന് പഞ്ചായത്തിന്റെ ചില വെയിറ്റിംഗ് ഷെഡുകൾ, ബസ് സ്റ്റാൻഡിന്റെ ഭാഗങ്ങൾ ഇവിടെയും, അതായത് കൂടുതൽ ആളുകൾ കാണുകയും നിത്യേന പൊതുസ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന രീതിയിലുള്ള പ്രത്യേകമായിട്ടുള്ള സ്ഥലങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ട് മനോഹരമാക്കുകയും വൃത്തിയായി പെയിന്റ് ചെയ്ത് സൂക്ഷിക്കുകയും ചെയ്യാം. ടൗണിലെ എല്ലാ കടകളിലും മാലിന്യം നിക്ഷേപിക്കാനുള്ള ബാഗുകൾ നൽകുവാനും വിദ്യാർത്ഥികൾ പദ്ധതിയിടുന്നുണ്ട്. ഉറവിട മാലിന്യ സംസ്കരണ പദ്ധതി ഫലപ്രദമായി നടപ്പാക്കാൻ സാധിക്കുമെന്ന് അധ്യാപകർ പറയുന്നു. വ്യാപാരികളെയും പൊതുജനങ്ങളെയും ബോധവൽക്കരിക്കുന്നതിനായി കലാപരിപാടികളും ഒരുക്കുമെന്ന് സെന്റ് ഡൊമിനിക്സ് കോളേജിലെ NSS വോളണ്ടിയർ സെക്രട്ടറി ഗോൾഡ T. ജോണി പറഞ്ഞു. മിനി സിവിൽ സ്റ്റേഷന്റെ മതിലുകളെല്ലാം വൃത്തിയായി സൂക്ഷിക്കാൻ വേണ്ടി അത് വൃത്തികേടായി കിടക്കുന്നതോടെല്ലാം നന്നായി ക്ലീൻ ചെയ്ത് അത് പെയിന്റ് അടിച്ച് സൂക്ഷിക്കുക എന്നതിൽ ഉപരി നാട്ടുകാർക്കെല്ലാം ഒരു ബോധവൽക്കരണം നൽകുക എന്നും കൂടിയാണ് ഞങ്ങൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതുകൂടാതെ 21-ാം തീയതി ഞങ്ങൾ ഒരു ഓട്ടംതുള്ളൽ ചെയ്യുന്നുണ്ട്. സെപ്റ്റംബർ 21-ന് അതിൽ ഒരു റാലി, ഒരു ബോധവൽക്കരണമാണ് ഞങ്ങൾ ഇതിലൂടെ എല്ലാം ഉദ്ദേശിക്കുന്നത്. 2 ബാച്ചുകളായി തിരിഞ്ഞാണ് വിദ്യാർത്ഥികൾ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങിയത്. നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പ്രവർത്തനങ്ങൾ. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. ചിറക്കടവ് മണക്കാട് ശ്രീഭദ്രാക്ഷേത്രത്തിലെ ധ്വജസ്തംഭ ഘോഷയാത്ര ഈ മാസം 31-ന് നടക്കും. കപ്പാട്ട് നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്ര ആനക്കല്ല് കാഞ്ഞിരപ്പള്ളി വഴി KVMS കവലയിലെത്തി ഇവിടെ നിന്നും ക്ഷേത്രത്തിൽ എത്തിച്ചേരും. 30-ന് ക്ഷേത്രം തന്ത്രി സന്തോഷ് നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ വൃക്ഷപൂജ നടത്തിയതിനു ശേഷമായിരിക്കും മരം മുറിക്കുക. കോട്ടയത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ ദേവസ്വം സെക്രട്ടറി CS മുരളീധരൻപിള്ള, ജനറൽ കൺവീനർ MN രാജരത്നം, PK സുകുമാരപിള്ള, TP രവീന്ദ്രൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സപ്ലൈകോ വിതരണ ശൃംഖലയിൽ അവശ്യവസ്തുക്കൾക്ക് ക്ഷാമമില്ലെന്ന അധികൃതർ. പൊതുവിപണിയേക്കാൾ 40% വരെ വിലക്കുറവ്. എതിർപ്രചരണം കച്ചവട ലോബിയെ സഹായിക്കാനെന്നും സപ്ലൈകോ. കോട്ടയം ജില്ലയിൽ റേഷൻ അരി വിഹിതത്തിൽ വൻ കുറവ്. റേഷൻ കടകളിലും മാവേലി സ്റ്റോറുകളിലും അരിയില്ല. വസ്തുതർക്കത്തിന്റെ പേരിൽ എരുമേലിയിൽ പിഞ്ചുകുഞ്ഞിനെ പേരമ്മ ദേഹോദ്രവം ഏൽപ്പിച്ചു. കുട്ടിയെ നിരത്തുകൂടി വലിച്ചിഴച്ചെന്ന് മാതാപിതാക്കൾ. പരിക്കേറ്റ കുട്ടി കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ.
VIP സുരക്ഷ. കോട്ടയം ജില്ലയിൽ പോലീസിന് അമിതഭാരം. ക്രമസമാധാന പാലനം താളം തെറ്റുന്നു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.